വീഡിയോ ഇട്ടിട്ട് ഞാൻ മുങ്ങിയെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഹക്കുബ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഒരു പനിയും പിടിച്ചു. പിന്നെ ഓണം പ്രോഗ്രാംസ് ഒക്കെ വന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് സൈഡായത്. ഇതാ ഹക്കുബയിലെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അന്ന് ഞങ്ങൾ താമസിച്ച വീടും അവിടുത്തെ കുട്ടി വിശേഷങ്ങളാണ് ഈ വീഡിയോയില്. അപ്പൊ വീഡിയോ കണ്ടിട്ട് വരൂ. കുട്ടികളടക്കം 22 പേരുള്ള ഒരു വലിയ ടീമായിട്ടാണ് ഞങ്ങൾ ഹക്കൂബയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ താമസിക്കാനുള്ള റൂം സെലക്ട് ചെയ്യുന്നതിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അൺപ്ലാൻ വില്ലേജ് ഹക്കൂബ, ഇതാണ് ഞങ്ങൾ എയർബിഎൻബി വഴി ബുക്ക് ചെയ്ത ആ വലിയ വീട്. ഇവിടെ പാസ്വേഡൊക്കെ അടിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര വിശാലമായ ഒരു സ്പേസ് ആയിരുന്നേ. എയർബിഎൻബി വഴി ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ റിസപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ തന്നെ ഉള്ളിലേക്ക് തുറന്ന് കയറുകയാണ് ചെയ്തത്. ഈ കാണുന്നതൊക്കെ ബാർബിക്യൂവിൻ്റെ ഐറ്റംസ് ആണ്. അതൊക്കെ ഞങ്ങൾ കുറേ കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്. ഇവിടെ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു വുഡൻ ടച്ചിലായിരുന്നു റൂം ഫുള്ളായിട്ടുള്ളത്. ഈ ബിൽഡിംഗ് ഫുൾ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ അപ്പാർട്ട്മെന്റ് വരുന്നത് സുഗാക്കിയക്കോയിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് സുഗാക്കിയക്കോയിനിൽ പോകാം. അത് അവിടുത്തെ ഒരു വലിയ ഫേമസ് ആയ ഒരു പാർക്കാണ്. ഇവിടെ നമുക്ക് ജാക്സൺ ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ജാക്സന് വേണ്ടിയിട്ടൊരു വെൽക്കം നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ബിൽഡിംഗ് 2 ഫ്ലോറാണുള്ളത്. മുകളിലത്തെ ഫ്ലോറിലാണ് ബെഡ്റൂംസ് ഒക്കെ. താഴത്തെ ഫ്ലോർ നല്ല വിശാലമായ ഒരു ഫ്ലോറാണ്. ഇത് ഫുൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ഫുൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ നമുക്ക് കിട്ടുവാണല്ലോ. ആദ്യം തന്നെ കാണുന്നത് ഇതാണ്, ഒരു സ്റ്റുഡിയോ റൂം. ഇത് അടിപൊളി ഒരു സ്പേസ് തന്നെയായിരുന്നേ. ഞങ്ങൾ ഗേൾസ് റീൽസ് ഒക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാനും എല്ലാം നല്ല സൗകര്യമുള്ള ഒരു റൂമായിരുന്നു ഇത്. ഈ കൂടെ തന്നെ അവിടെ വെച്ചുണ്ടായ ഒരു കുഞ്ഞു മെമ്മറിയും കൂടെ പറയാവേ. ഞങ്ങളുടെ ട്രൈപോഡും പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ആ റൂമിലായിപ്പോയി. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ആ റൂം എങ്ങനെയോ ലോക്കായിപ്പോയി. അവിടെ ലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അത് എടുത്തത്. ഈ ഏരിയ കുറേ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. കുറേ ബ്രോഷേഴ്സും കുറച്ച് കാർഡ്സും അങ്ങനത്തെ ഗെയിം ഐറ്റംസ് ഒക്കെ, ടാക്സിയുടെ കാര്യങ്ങളും. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ സുഗാക്കിയക്കോയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് മാപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ക്വയറ്റ് ടൈം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇത് കുറേ പേര് ഷെയർ ചെയ്തിട്ടാണെങ്കിൽ താമസിക്കുന്നെങ്കിൽ ഒച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവൂലേ. ഇപ്പം ഞാൻ കിച്ചൺ ടൂർ നടത്താനാണ് പോകുന്നത്. ഇതാ ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ വേസ്റ്റ് സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കിച്ചണാണ് ഏറ്റവും അടിപൊളി. ഭയങ്കര വിശാലമായ കിച്ചണ്. ജപ്പാനിലെല്ലാം ഭയങ്കര കുഞ്ഞു ഇടുങ്ങിയ സ്പേസ് ആണല്ലോ. പക്ഷേ ഇത് ഭയങ്കര വലിയൊരു കിച്ചൺ. നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും വലിയ കിച്ചൺ കിട്ടാറില്ലല്ലോ. അതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ്. ഇത് നോക്ക്, 2 റൈസ് കുക്കറുണ്ട്, കെറ്റിലുണ്ട്, പിന്നെ പാത്രങ്ങൾ ധാരാളം ഉണ്ട്. നമുക്ക് കോഫി മേക്കർ ഉണ്ടായിരുന്നു, സ്റ്റൗ ഉണ്ട്. ഇലക്ട്രിക് സ്റ്റൗ മാത്രമല്ല, അതുകൂടാതെ ഒരു ഗ്യാസ് സ്റ്റൗവും കൂടി അവിടെയുണ്ട്. പാത്രങ്ങളൊക്കെ നമുക്ക് എത്ര കറി വെക്കാനുള്ള പാത്രങ്ങൾ വേണമെങ്കിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുക്കൊക്കെ ചെയ്തായിരുന്നേ. അപ്പോൾ കുറേ പാത്രങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ റെഫ്രിജറേറ്റേഴ്സാണ്. റെഫ്രിജറേറ്ററും ഫ്രീസറും എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ കുറേ സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കൊരു 2-3 ദിവസത്തേക്കൊക്കെ നിൽക്കാൻ വന്നെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുക്കൊക്കെ ചെയ്ത്. ഇപ്പോൾ നമ്മൾ വലിയൊരു ടീമായിട്ടല്ലേ പോയത്. അപ്പോൾ എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ വെക്കായിരുന്നു. ചൂടുകാലം ആയത് കാരണം നമുക്ക് ഐസും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ കുറേ റാപ്പും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും തന്നെ അധികം ഒന്നും കൊണ്ടുവരേണ്ട വന്നിട്ടില്ല. എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കത്തി, കട്ടിംഗ് ബോർഡ്, അങ്ങനത്തെ ഒക്കെ. ആ കാണുന്ന വൈറ്റ് ടോസ്റ്ററാണ്. നമുക്ക് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ സൗകര്യമാണ്. ഡൈനിങ് ഹാൾ നോക്ക്, എത്രയോ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ മാത്രം സ്പേസ് ഉണ്ട്. നമ്മൾ 22 പേരുണ്ടല്ലോ, 22 പേർക്കും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. നല്ല വ്യൂവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്പേസ് ആയിരുന്നു. പിന്നെ നമുക്ക് സൊറയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോസി ലിവിങ് സ്പേസും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കുട്ടീസിൻ്റെ ഏരിയ ആയിരുന്നേ. ഇവിടുന്ന് നമുക്ക് സുഗാക്കിയക്കോയിൻ്റെ റോപ്പ് വേ പോകുന്ന ഇത് കാണാൻ പറ്റുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ വൈകിയാണ് എത്തിയിരിക്കുന്നത്. ഇതാ ഇവിടെയാണ് നമ്മുടെ പാർക്കിങ്. കുറേ കാറുണ്ടായിരുന്നു. നമ്മൾ ഒരു 6-7 കാറുണ്ടായിരുന്നു. എല്ലാവർക്കും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. മഴയായിരുന്നേ, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ബാർബിക്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ബാർബിക്യൂ പ്ലാനുമായിട്ടാണ് വന്നത്. ഇതാണ് നമ്മുടെ സെൻട്രൽ ഹാൾ ആയിട്ടുള്ള ഏരിയ. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബാർ കൗണ്ടറാണ്. ഇതൊരു അടിപൊളി ഫോട്ടോ സ്പോട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റും ഷവർ ഏരിയയും ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതാ ഗേൾസിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചത്. ഇനി ജെൻസിൻ്റെ ആണ് ഈ സൈഡിൽ.
ഞാൻ അതിൻ്റെ ടൂർ എടുത്തിട്ടുണ്ട്, അതും കാണിച്ചു തരാവേ. ഈ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമാണ്, ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ AC ഉള്ളൂ, ഇതിൻ്റെ അപ്സ്റ്റേഴ്സിൽ AC ഇല്ല. അതൊരു സീനാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സമ്മർ സീസൺ ആയിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഹക്കൂബയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോൾ ഞാൻ ഷവർ ഏരിയയിലേക്ക് കടക്കാൻ പോവുകയാണ്, ഇതിൻ്റെയും ടൂർ എടുത്തിട്ടുണ്ട്. ബെഡ്റൂംസിലൊന്നും മിററില്ല, ഇവിടെയാണ് മിറർ ഉള്ളത്. ഇത് ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. ഗേൾസിൻ്റെ സെക്ഷനിലാണ് ഞാനിപ്പോൾ കയറിയത്. ഇവിടെ 2 ടോയ്ലറ്റ്സ് ആണുള്ളത്. ബോയ്സിൻ്റെയും ഇതുപോലെ തന്നെയുള്ള സെറ്റപ്പ് തന്നെയാണ്. ഇതാ 2 ടോയ്ലറ്റിലും ടോയ്ലറ്റ് ടിഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സുഗാക്കിയൊക്കെ നമുക്ക് അതിൻ്റെ ജനലിൽ കൂടെയും കാണാവേ. ഈ ട്രിപ്പിൽ നമ്മൾ 7 ഗേൾസാണ് ഉള്ളത്, ബാക്കി ബോയ്സ് ആണ്. അപ്പോൾ 2 ടോയ്ലറ്റ് ഒരു ബുദ്ധിമുട്ടാവുമോ എന്ന് ഞങ്ങൾ ഡൗട്ട് അടിച്ചിരുന്നു. രാവിലെയൊക്കെ എല്ലാവരും റെഡിയായി വരുമ്പോൾ ബുദ്ധിമുട്ടാവുമോ എന്ന്. പക്ഷേ വളരെ കുഴപ്പമില്ലാതെ നമ്മളത് മാനേജ് ചെയ്തു. ഷവർ റൂമും 2 എണ്ണമാണുള്ളത്. ഷവർ റൂമിൽ നമുക്ക് ഷവർ ജെല്ല്, ഷാംപൂ, കണ്ടീഷണർ ഈ 3 സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷവർ റൂം അടിപൊളിയായിരുന്നു. ഷവർ റൂം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ 2 ഷവർ റൂമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തു, അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഈ ഹക്കൂബ ട്രിപ്പിൽ ഞങ്ങളെടുത്ത ഏറ്റവും അടിപൊളി ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ് Airbnb വഴി ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് കാരണം നമ്മുടെ പ്രൈവസിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇനി ഞാൻ അപ്സ്റ്റേഴ്സിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു വുഡൻ ടച്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുള്ള ബിൽഡിംഗ് ആയിരുന്നു. ഇവിടെ നിന്ന് എയ്തൻ വീണായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിനിടയ്ക്ക്. അത് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കി. ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ സ്റ്റെപ്പൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇവിടെ ഫുൾ റൂംസാണ്. നമ്മൾ 2G റൂമിലാണ് ഞാനും റോസും കൂടെ നിന്നത്. ബാക്കി എല്ലാവരും റൂമൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് സെറ്റിലായി വരുന്ന സമയമാണ്. ഞാൻ വേറെ ഒരു റൂമിൻ്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഞങ്ങളുടെ റൂം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ റൂം ടൂറും കൂടെ ചെയ്യുന്നുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. റൂമിൽ കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഹാങ്ങർ ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് അവിടെ തൂക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, അതാണ് ഇത്ര ലൈറ്റ് കുറവ്. പിന്നെ റോസ് ഈ റൂമിൽ കയറി ഒന്ന് ഡ്രസ്സ് മാറേണ്ടതാണ് ഇവിടെ കാണുന്നത്. കുറച്ചൊന്ന് അലങ്കോലമാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്കൊരു വർക്ക് സ്പേസും ഉണ്ട്. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഒരു ഡസ്റ്റ്ബിൻ തന്നിട്ടുണ്ട്. ഇതാണ് 2 സിംഗിൾ കോട്ട്സ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ സുഗാക്കിയ കോയൻ. അതൊരു പാർക്കാണ്. നമുക്ക് വിൻ്ററിൽ വന്ന സ്കീയിങ്ങും കാര്യങ്ങളൊക്കെയുള്ള ഒരു പാർക്ക്. നമ്മൾ പോയത് സമ്മർ ടൈമിലാണ്. ഇപ്പോൾ അവിടെ ഹൈക്കിങ്ങും റോപ്പ് വേയും ഒക്കെയാണ് ഉള്ളത്. ഞങ്ങളവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടാത്തത് കാരണം അവിടെ പോകാൻ പറ്റിയില്ല. ഇത് വൈകുന്നേരം രാത്രിയായി, നമ്മൾ കുക്കിങ്ങിൻ്റെ ടൈമിലേക്ക് കടന്നതാണ്. നമ്മൾ തലേദിവസം ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ് നടത്തിയിരുന്നു. ചിക്കനും ബീഫും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാർബിക്യൂ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ മഴ നൈസായിട്ട് ഞങ്ങളെ ഒന്ന് ചതിച്ചു. എന്നാലും മഴ കുറയും എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാലഡിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ അരിയാൻ തുടങ്ങുന്നത്. ഇതാ ചിക്കനും ബീഫും ഒക്കെ ഇവർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോയ്സാണ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. മീറ്റൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഒരു കൂളർ ബോക്സിലാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നേ. മഞ്ഞപ്പടിയുടെ മൂളിപ്പാട്ടുണ്ടോ? നമ്മുടെ പ്ലാൻ അനുസരിച്ച് ചിക്കനും ബീഫും ബാർബിക്യൂ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സാലഡ് ഉണ്ട്, അതിന് വേണ്ട കട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ക്യാരറ്റും ക്യാബേജും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത പീസാണ് വാങ്ങിയത്. ഇത് ലെറ്റ്യൂസാണ്. ലെറ്റ്യൂസ് കട്ട് ചെയ്യാൻ കുറച്ച് എക്സ്പേർട്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, അവരാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിനു മുമ്പ് പല പരിപാടിക്ക് വേണ്ടി ഒത്തുകൂടിയെങ്കിലും ആദ്യമായിട്ടാണ് എല്ലാവരും കൂടെ കുക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടുന്നത്. എന്തായാലും അത് അടിപൊളിയായിരുന്നേ. അങ്ങനെ എല്ലാവരും അവനവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിവ് തെളിയിക്കാൻ ഒരു മികച്ച അവസരമായിരുന്നു. ആദ്യം ഇത് വളർന്നു.
എന്നാ വിഷയം? ഇത്ര സ്പേസ് ഉണ്ടോ ഇവിടെ? ഏ? പാട്ടായി, ഡാൻസായി, മറ്റു ചില കലാപരിപാടികൾക്കൊപ്പം മൊത്തത്തിൽ എല്ലാവരും നല്ല വൈബിങ് മൂഡിലായിരുന്നേ. ഇപ്പം പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാർബിക്യൂ നടക്കോ ഇല്ലയോ എന്നൊക്കെയുള്ള സസ്പെൻസിലിരിക്കുകയാണ്. ഒന്നിച്ച് ബാർബിക്യൂ ചെയ്യുക എല്ലാവരുടെ സ്വപ്നമായിരുന്നേ. പക്ഷെ മഴ അങ്ങോട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ആ ബാർ കൗണ്ടറിൽ തന്നെ ചെറുതായിട്ട് ബീഫൊക്കെ ബാർബിക്യൂ ചെയ്തു തുടങ്ങിയേ. നമ്മളൊരു ഹോട്ടൽ റൂമായി എടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടില്ലായിരുന്നു. അവരെ ബോറടിപ്പിക്കാതെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞൊരു ടാസ്ക് ആയേനെ. എന്തായാലും ഇവിടെ ഇത്രയും വലിയ സ്പേസ് ഉള്ളത് കൊണ്ട് പിള്ളേർ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, കൂടെ വലിയവരും. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു നമ്മൾ 22 പേരുണ്ടായിരുന്ന ഒരു വലിയ ടീമായിരുന്നെന്ന്. പക്ഷെ പകുതി പേരെ ഇവിടെ കാണുന്നില്ലല്ലോ. എല്ലാവരും വെളുപ്പിനെ ഇറങ്ങിയത് കൊണ്ട് ടയേർഡായിരുന്നു. കുറേ ആളൊക്കെ ഉറക്കമാണ്. ഇപ്പോൾ പയ്യെ ആയിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുമായിരിക്കും. അതിനിടയിൽ കൂടെ കുറച്ച് റീൽസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ജിസ്നയും ഐശ്വര്യയൊക്കെ പോകുന്നത് അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ബാർബിക്യൂ നടക്കൂല എന്ന് തീരുമാനമായി. ഞാനിങ്ങനെ ഇടയ്ക്ക് കിച്ചണിൽ വരുമ്പോൾ ഇതാ മിഥുനും ജിബിനും കൂടി ഇരുന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാനും കൂടിയത്. ബാർബിക്യൂ ചെയ്യാനുള്ള സാധനങ്ങൾ, ഗ്രില്ലും കാര്യങ്ങളെല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു, എല്ലാം അവിടെ തന്നെ കിട്ടുവേ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സുഗാക്കിയ കോയൻ്റെ റോപ്പ് വേ ഒക്കെ വർക്കായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ റോപ്പ് വേ കയറി പോവാം. പിറ്റേ ദിവസം നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട്. എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇതാ നമ്മുടെ റോപ്പ് വേ ഒക്കെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട്. പക്ഷെ നമ്മൾ സുഗാക്കിയ കോയന് കയറുന്നില്ല, നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. Stay tuned for the next video.